ഹായ്. ഒരു തമിഴ് സിനിമ ഇപ്പോൾ റിലീസായി. മാരി സെൽവരാജ് സംവിധാനം നിർവഹിച്ച്, അതുപോലെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഡിസ്നി പോലുള്ള ഒരുപാട് ടീമാണ് ഇതിൽ പ്രൊഡക്ഷൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ചിത്രത്തിൻ്റെ പേരിലേക്ക് പോവാം. വാഴ. ഇപ്പോൾ ഇറങ്ങിയ വാഴയല്ല, ഇത് വാഴ. അപ്പം വാഴയ്ക്ക് പ്രധാന വേഷത്തിൽ വാഴയൊക്കെ വരുന്നുണ്ട് ചിത്രത്തിൽ. അപ്പം നമുക്ക് സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടൈറ്റിൽ റോളിൽ ചിത്രത്തിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള നിഖില വിമലാണ്. അതുപോലെ തന്നെ കളൈറസ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടി സഹോദരങ്ങൾ ചിത്രത്തിൽ ലീഡിങ് റോളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വാഴ എങ്ങനെയുണ്ട്. ണെങ്കിൽ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നത്. ഒരു എന്താ പറയുക, ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു വാഴ കൃഷി. അവിടെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു പയ്യൻ, അവനാണെങ്കിൽ ആ ഒരു വാഴപ്പഴം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് ഈ ഒരു കുട്ടിയുടെ ജോലി. അങ്ങനെയാണ് ആ ഒരു കുട്ടി ജീവിക്കുന്നത്. ആ കുട്ടിയിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ചില പ്രശ്നങ്ങളെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. നല്ല മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഈ ഒരു സിനിമ. കാരണം അത് വേറൊന്നുമല്ല, ഞാൻ ഈ സിനിമ കാണാൻ കയറുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാരി സെൽവരാജ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളും സ്ക്രീൻ പ്രസൻസുകളുമാണ്. കാരണം ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവർ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി, അദ്ദേഹത്തിന് അത് കൃത്യം അറിയാം ഒരു സാധനം എവിടെ പ്രയോഗിക്കണമെന്ന്. അത്തരത്തിലുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ പോയിട്ടുള്ളത്. എനിക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി എന്ന് കൂടി പറയാം. സാധാരണ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അവാർഡ് ബേസിക്കലായിട്ടുള്ള സിനിമ പോലൊന്നും അല്ല ഇത്. അവാർഡ് പോലുള്ള സാധനമാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമ. പിന്നെ ഇതിലെ എടുത്തു പറയേണ്ടത് ചില ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില BGM ഒക്കെ ആയിരുന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. BGM ചെയ്ത ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് അവരവർക്ക് കിട്ടിയ, അതായത് കുട്ടികൾ വരെ അവരവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അതിമനോഹരമായി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും പ്രത്യേകതമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള നമ്മുടെ നിഖില വിമലിൻ്റെ പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അത് നമുക്ക് സ്ക്രീനിൽ കാണാനും പറ്റും. പിന്നെ ഇതിൽ ഭൂരിഭാഗം ഷോട്ട്സുകളും കാണിക്കുന്നത് വാഴത്തോട്ടം തന്നെയാണ്. വാഴയ്ക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ആ ഒരു വാഴ ഈ സിനിമയിൽ ഒരു വളരെ വലിയ പ്രാധാന്യത്തിലാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. പക്ഷേ ഈ സിനിമ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ല മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലയിടങ്ങളിൽ നമ്മൾ ഇമോഷണലായി പോകുന്ന കുറച്ച് സീൻസുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയെ മുന്നോട്ട് പിടിച്ചിരുത്താൻ സഹായിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എടുത്തു നിൽക്കുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു സൂപ്പർ സ്ക്രിപ്റ്റിംഗ് പരിപാടിയാണ് അവർ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മോഡൽ പടം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് തരം മെസ്സേജസ് നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. ഒരു ഫാമിലി ഓഡിയൻസിന് വന്നിരുന്ന് കാണാൻ കഴിയാവുന്ന നല്ല ഒരു സിനിമയാണ് കേട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. കുറ്റമോ കുറവുകളോ ഒന്നും അവർ ഇതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി പോയിട്ടില്ല. കുറ്റമോ കുറവെന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുറ്റവും കുറവും വരുന്നത് അതിൻ്റെ ആ ഒരു കഥയ്ക്കകത്തും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഓരോ ആർട്ടിസ്റ്റുകളും അവർക്ക് കിട്ടിയ ആ ഒരു ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും തമിഴിൽ നിന്ന് വന്ന നല്ലൊരു സിനിമയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ കഴിയാവുന്ന ഒരു സിനിമ. ഒരു സാധാരണമായ സിനിമ, വലിയ സംഭവമൊന്നും പ്രതീക്ഷിച്ച് മാരി സെൽവരാജിൻ്റെ നേരത്തെ ഉള്ള സിനിമ പോലെ, അതായത് നമ്മുടെ മാമനൻ അങ്ങനെയുള്ള സിനിമയൊന്നും പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് വരരുത്. പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക്. പൊളിറ്റിക്സും കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വളരെ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മാരി സെൽവരാജ് ആ ഒരു ട്രാക്ക് മാറ്റിയിടുന്നത്. അത് വളരെ ഡിഫറെൻ്റ് ആയി തന്നെ സ്ക്രീനിൽ കാണാനുമുണ്ട്. അതും ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ബലം തന്നെയാണ് അത് സിനിമ. കാരണം ഭയങ്കര രീതിയിൽ അത് എഫേർട്ട് ചെയ്യുന്നുണ്ട്.
ആർട്ടിസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസുകൾ തന്നെയായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു. എന്തായാലും സൂപ്പർ ഒരു മൂവിയാണ്. എന്തായാലും തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള എന്താ പറയുക, ഇപ്പോൾ 2 സിനിമ ഇന്നലെ കൊട്ടുകാളി എന്ന് പറയുന്ന നമ്മുടെ സൂര്യ നായകനായിട്ടുള്ള ഒരു സിനിമയും പുറത്തുണ്ട്. ശിവകാർത്തികേയൻ നിർമ്മിക്കുന്ന ഒരു സിനിമ, അതും തിയേറ്ററിൽ ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. എന്തായാലും തമിഴിൽ നിന്ന് വന്ന ഈ 2 സിനിമകളും അത്യാവശ്യം അവാർഡ് മോഡലേറ്റ് ആയിട്ടുള്ള വരുന്ന ഒരു സിനിമകളൊക്കെ തന്നെയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ് അത്തരത്തിൽ കാണുന്ന പ്രേക്ഷകന്. ഓക്കെ, എന്തായാലും വാഴയെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മുന്നേയും ഇതുപോലത്തുള്ള റിവ്യൂസ് വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുകൂടെ കണ്ട് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ, എൻ്റെ ചാനലൊന്ന് തീർച്ചയായിട്ടും പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.